ഹലോ, കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇടാമെന്നുള്ള പ്ലാനിൽ ഒരു വ്ളോഗ് ഇട്ടത് കേട്ടോ. എന്തൊക്കെയോ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ബാക്ക് ടു ട്രാക്ക് ആവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ടൈം പോലും കിട്ടുന്നില്ല കേട്ടോ, അതാണ് സത്യം. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് ഡോണു എൻ്റെ അലാമാണ്, ഡോണു ആണ് എന്നെ കുത്തിപ്പോക്കുന്നത്. നേരത്തെ എണീറ്റിട്ട് നല്ലപോലെ കിടന്നുറങ്ങണം, എന്നെ കുത്തിപ്പോക്കും കേട്ടോ. ഏതപ്പം ലേറ്റായിട്ട് ഉറങ്ങണ കാരണം ലേറ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ എണീക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതപ്പനെ എണീറ്റ് കഴിയുമ്പോൾ അവനൊന്ന് പാമ്പറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോകും കേട്ടോ. കുറച്ച് കൊഞ്ചിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ഉഷാറായിരിക്കും. കരഞ്ഞൊക്കെ എണീക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ പോക്കായിരിക്കും കേട്ടോ. പിന്നെ ഞാനും ഏതപ്പനും തമ്മിലുള്ള കുറച്ച് എന്താ പറയുക, നല്ല നല്ല ടൈമുകളായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഇവനിങ്ങനെ കിട്ടുള്ളൂ. ഇപ്പോൾ വലിയ ചെക്കനൊക്കെ ആയി ഭയങ്കര ബിസി കളിയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ കിട്ടലൊക്കെ കുറവാണ്. പിന്നെ കിട്ടണ നേരം ഞാൻ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു 3 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴിക്കുഞ്ഞുങ്ങളെയും പിടിച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വെഡിങ് ആനിവേഴ്സറിയുടെ അനുബന്ധിച്ചിട്ട് അമ്മ പായസവും അതേപോലെ തന്നെ നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ചെറിയൊരു സർപ്രൈസ് ചാച്ചന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സർപ്രൈസ് ചാച്ചൻ നല്ലപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. ആനിവേഴ്സറിയുടെ ആ സർപ്രൈസൊക്കെ ഹെൽപ്പ് ചെയ്തത് അനുചേച്ചിയായിരുന്നു കേട്ടോ. ഫുൾ അറേഞ്ച്മെൻറ്റൊക്കെ അനുചേച്ചിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആ ഫ്രണ്ട്സ് ഗ്യാങ് ഫുൾ ഉണ്ടായിരുന്നു, ഫുൾ സപ്പോർട്ടിനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സായിട്ട് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് നേരം പോക്കാണ് കേട്ടോ. ചില സമയത്ത് ഭയങ്കര അടിയായിരിക്കും. അപ്പോൾ എനിക്ക് തലയ്ക്ക് നല്ല പോലെ മെൻ്റലാവും കേട്ടോ. ദൈവമേ, എവിടേക്കെങ്കിലും ഇറങ്ങി ഓടിയാലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം അതേപോലെ വഴക്കായിരിക്കും, കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷെ ചില സമയത്ത് ഇവന്മാരുടെ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിൽ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ മോളിൽ പോയിട്ട് ഇവന്മാർക്ക് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവന്മാരെയും കൊണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പെരുന്നാളൊക്കെ ആണല്ലോ, പെരുന്നാളിൻ്റെ മാസമാണല്ലോ. ഇപ്പോൾ മാളവള്ളിക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ പെരുന്നാളാണ്. അപ്പോൾ ആ പെരുന്നാൾ കാണാനും ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവന്മാർക്ക് ലൈറ്റ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പടക്കത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പടക്കം കാണാനും കേൾക്കാനൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. പക്ഷേ ലൈറ്റൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും നല്ല വിശപ്പ്. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് തൃപ്തിയായി. അപ്പോൾ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. താങ്ക് യു, ബൈ.